സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ വളരെയധികം വേദനയോട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകം. നമ്മൾ ഒരുപക്ഷെ മറന്നുപോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2018 ഫെബ്രുവരി 22 ഒരുവിധം മനുഷ്യസ്നേഹികളൊക്കെ ഓർമ്മിക്കുന്ന ദിവസമാണത്. കാരണം അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിന് ഇതേപോലെ ആൾക്കൂട്ട വിചാരണ നടത്തി അടിച്ചു കൊന്നു. അന്ന് കേരള സമൂഹം ഞെട്ടിയ ഒരു സംഭവമായിരുന്നത്. കാരണം മനുഷ്യസ്നേഹികളായിട്ടുള്ള ആരും ഞെട്ടിപ്പോകും. ആൾക്കൂട്ടം വിചാരണ ചെയ്യുന്നു ഒരു ആദിവാസി യുവാവിന്, അങ്കുപൂക്ക് പറഞ്ഞിടാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരാളിനെ അടിച്ചു കൊല്ലുന്നു. എന്തിനാണ് അടിച്ചു കൊന്നതെന്ന്? ആഹാര സാധനങ്ങൾ മോഷ്ടിച്ചു. എന്തിനാണ് ആഹാര സാധനം മോഷ്ടിച്ചത്? വിശപ്പ് കൊണ്ട് വലഞ്ഞു. ആഹാരം കഴിക്കാൻ പൈസയില്ല, ജോലിയില്ല. അങ്ങനെ ആഹാര സാധനം മോഷ്ടിച്ചാണ്. അതേസമയം അത് ഈ പാലക്കാട് ജില്ല ആയതുകൊണ്ട്. അതേസമയം മലപ്പുറത്താണ് പിന്നെ പോയി മോഷ്ടിച്ചിരുന്നെങ്കിൽ അവർ ആ മോഷ്ടിച്ച ആഹാര സാധനങ്ങളും കൊടുക്കും, വയറ് നിറച്ച് ഭക്ഷണവും കൊടുക്കും, വേണമെങ്കിൽ അവിടെ താമസിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് എന്തായാലും ശരി, പിന്നെ ജില്ല തിരിച്ച് പറഞ്ഞ കാരണമെന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളുടെ ആ നല്ല മനസ്സ് ബാക്കിയുള്ളവർ അറിയാൻ വേണ്ടിയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ചെറ്റകൾ ഈ വിഷം ചീറ്റുന്നവന്മാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആളുകളെ മർദ്ദിച്ച് കൊല്ലുന്നതിൽ ഒരു രസം കാണുകയാണ്. ഇതിപ്പോ അവര് ചെയ്തതെന്ന് പറയുന്നത് 5 പേര് അറസ്റ്റിലാണ്. അയാളെന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ഛത്തീസ്ഗഡിൽ വന്ന് വെറും 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ജോലി അന്വേഷിച്ച് വന്ന് തെറ്റിയാണ്, സ്ഥലം തെറ്റി വേറൊരു സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ ഇയാൾക്ക് വേറെ ഭാഷകളൊന്നും അറിഞ്ഞൂടാ. യവന്മാരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഈ മർദ്ദിക്കുന്നതും ഇങ്ങനെ ചോദിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളുടെ വീഡിയോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഇട്ട് ചാനലിൽ പ്രദർശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നതല്ലേ, നമ്മളെ മക്കളും കുട്ടികളും ചെറുകുട്ടികളും ഒക്കെ കാണുന്നതല്ലേ. അവരിതൊക്കെ കണ്ട് പിന്നെ ബോധം കെട്ടുപോകും ചിലപ്പോൾ. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയണ ഇങ്ങനെ ഒരു പിന്നെ ഒരു 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 ബോഡി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നാണ്. ശരീരത്ത് ഒരു ഭാഗവുമില്ല മർദ്ദനമേൽക്കാത്തത്. 80 സ്ഥലങ്ങളിൽ മർദ്ദനം കൊണ്ട് മുറിവുണ്ട്. 80 സ്ഥലങ്ങൾ. ടി പി ചന്ദ്രശേഖരനെ അവിടെ വെട്ടിയതെന്ന് പറഞ്ഞാൽ 48 വെട്ടാണ്. ഇത് 80ആണ്. അപ്പൊ ഈ RSSകാർക്ക് ആരാണ് ഇതിന് ക്ലാസ് കൊടുക്കുന്നത്? ഈ മർദ്ദിക്കാൻ അവർ വടിയും കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? കാക്കി നിക്കറും ഇട്ട് ബനിയനും ഇട്ട് വടിയും കൊണ്ടാണ് അവന്മാർ നടക്കുന്നത്. അവരുടെ ജോലി. അപ്പോൾ ഇവരെ എവിടെയൊക്കെ മർദ്ദിക്കണം, എങ്ങനെ മർദ്ദിക്കണം? അവസാനം തലയ്ക്കടിച്ചു. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മർദ്ദിച്ചതിന് ശേഷം, മുറിവാക്കിയതിന് ശേഷം പിന്നെ തലയ്ക്കടിച്ച്, ആ തലയ്ക്കടിയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ ഡോക്ടർ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തിയിട്ടില്ല. അപ്പൊ ഇത്രയും ക്രൂരമായിട്ട് പൈശാചികമായിട്ട് മനുഷ്യനെ എങ്ങനെ, എന്നിട്ട് അവര് ചിരിക്കുന്നു അടിച്ചിട്ട്, ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു, ചിരിക്കുന്നു. ഇവർക്ക് ഇതിന് എങ്ങനെ കഴിയില്ല? ഇവർ മനുഷ്യരാണ്. അപ്പൊ ഈ RSSനെ എന്തുകൊണ്ടാണ് പണ്ടുള്ള ഗവൺമെന്റുകൾ, പിന്നെ കോൺഗ്രസ് ഗവൺമെന്റിന് നിരോധിച്ചിട്ടുണ്ട് നേരത്തേക്കാണ്. അപ്പൊ ഇവർക്ക് ഈ ആയുധ പരിശീലനവും വടിയും കൊടുക്കുന്നത്, ആയുധങ്ങൾ കൊടുക്കുന്ന ആരാണ്? അപ്പൊ ഇപ്പോ എന്ന് പറയുന്ന ഗവൺമെന്റ് തന്നെയാണല്ലോ സ്പോൺസർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തില് ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ ആയുധ പരിശീലനം നേടണം. കാരണം ഈ RSSകാരനെ നേരിടാൻ ആരാണ് തയ്യാറുണ്ട്? ആയുധ പരിശീലനം കൊണ്ടാലേ ഒക്കുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആയുധ പരിശീലനം നേടണം. ഇവരെതിരെ നേരിടണമെങ്കിൽ ആയുധ പരിശീലനം നടത്തിയാലേ ഒക്കുള്ളൂ. വെറുതെ കാട്ടടി കൊണ്ടൊന്നും നടക്കില്ല. ഇവരയിൽ വാളുകളും തോക്കുകളും എല്ലാം അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബോംബും ആവശ്യത്തിന് അധികമുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും അവരുടെ ജോലി എന്ന് പറയുന്നത്, RSSകാരുടെ ജോലി മനുഷ്യരെ കൊല്ലുക. മനുഷ്യരെ ഏത് രീതിയിലും, അതായത് നേരത്തെ എല്ലാം, ഇത് കേരളത്തിൽ 2ാമത്തെ സംഭവമാണ്. അതായത് 2018 ഫെബ്രുവരിയിൽ കഴിഞ്ഞ് 7ാം വർഷം. അതുപോലെ അത് എങ്ങനെയാണ് മർദ്ദിക്കുന്നത്? നീ ബംഗാളിയാണോ അല്ലെങ്കിൽ നീ ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ചാണ് മർദ്ദിക്കുന്നത്. അപ്പൊ അവര് ക്രൂരമായ ഒരു ആനന്ദം കണ്ടെത്തുകയാണ്.
അതായത് സാഡിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ, മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ സന്തോഷിക്കുന്നു, അവരാണ് ഈ സാഡിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു മാനസിക സ്ഥിതി ഇവരിൽ പിന്നെ ഈ RSS നേതൃത്വം സൃഷ്ടിച്ചെടുക്കുകയാണ്. അവർ വിളിച്ചാലും കരഞ്ഞാലും കൊല്ലാതെ വിടരുത്. അതായത് അടിച്ചടിച്ച് അവന്റെ ശരീരം, അതായത് എന്താണ് അതിന് പറയുന്നത്, പിന്നെ മരണശയ്യയിലാക്കുക, എന്നിട്ട് വേണം കൊല്ലേണ്ടത്. വെറും ഒരൊറ്റ കുത്തിന് കൊല്ല്, ഒരു അടിക്ക് കൊല്ല്, അല്ലെങ്കിൽ ഒന്ന് വെടിവെച്ച് കൊല്ല്, അങ്ങനെയല്ല. ഇത് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക. ഇത് എന്ന് പറയുന്ന ഇവർക്ക് ക്ലാസ് ഉണ്ട് പ്രത്യേകിച്ച്. അപ്പൊ ഇതിന്റെയൊക്കെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവന്മാരെയാണ് അകത്താക്കേണ്ടത്. അവന്റെ എല്ലാം പേരിലാണ് കേസെടുക്കേണ്ടത്. യവന്മാരെല്ലാം ചീള് കേസാണ്. പക്ഷെ ഇവരിത് പരീക്ഷണം നടത്തുകയാണ്, എങ്ങനെ കൊല്ലാം ആളുകളെ. അപ്പോ അനു എന്ന് പറയുന്ന ഒരു പിന്നെ ചെറുപ്പക്കാരൻ, മുരളി, പ്രസാദ്, അനന്തൻ, പിന്നെ വേറൊരു ബിബിനുമുണ്ട്. ഇതിൽ 4 പേരാണ് RSS BJPക്കാർ. അതില് DYFI പ്രവർത്തകനായിരുന്ന വിനോദിനെ വെട്ടിയ കേസിലും സ്റ്റീഫൻ എന്ന് പറയുന്ന CIT-കാരനെ വെട്ടിയെന്ന കേസിലും പ്രതികളാണ് ഈ അനുവും മുരളിയും. അപ്പോൾ നേരത്തെ തന്നെ ഇവർക്ക് ഇതാണ് പരിപാടി, ആളുകളെ വെട്ടുക, ആളുകളെ അടിക്കുക, ആളുകളെ കൊല്ലുക. പിന്നെ വേറൊരെന്ന് പറഞ്ഞാൽ SDPI-കാരന്റെ ഒരു പിന്നെ സുബൈറിന്റെ വധക്കേസിൽ, അതായത് കൊന്ന കേസിലെ പ്രതി ദിനേശും ഉണ്ടായിരുന്നു. ഇതവരെ കാണാനായിട്ട് വന്നു, പോലീസ് സ്റ്റേഷനിൽ കാണാനായിട്ട് വന്നത്. പിന്നെ ഇവരെ പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ കാണാനായിട്ട് ഈ ദിനേശ് എന്ന് പറയുന്ന സുബൈർ വധക്കേസിൽ SDPI-കാരനായ ഒരു പിന്നെ ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതി ദിനേശ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം എന്ന് പറയുന്നത് ഇവരെ പ്രത്യേകിച്ച് അതായത് റിക്രൂട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആളുകളെ കൊല്ലാൻ. അപ്പൊ മനസ്സിലാക്കണം, കേരളം പോകുന്ന പോക്ക് എങ്ങോട്ടാണ്. ഇങ്ങനെയുള്ള ചെറ്റകളെ നിരന്തരം സ്ഥിരമായിട്ട് പോലീസ് ഈ എന്തായാലും ജയിലിൽ അറകളിൽ തന്നെ ഇടണം. ഇവരെയൊന്നും വെളിയിൽ ഇറക്കി വിടരുത്, ഇവരെ ജയിലിൽ തന്നെ ഇടണം. അത് നമ്മുടെ ഭാവന എന്ന് പറയുന്ന സിനിമാ നടിയ ഏതെല്ലാം തരത്തിലാണ് ചെയ്തത്, അതെല്ലാം പറയാൻ കൊള്ളില്ല, മനുഷ്യന് പറയാൻ കൊള്ളാത്ത രീതിയിൽ ചെയ്തതാണ്. അപ്പൊ ആ പ്രതികളെ അവരൊന്നും പുറത്തിറങ്ങാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു നിഷ്ഠൂരന്മാരെന്ന് പറയുന്നത് ഈ ക്രൂരന്മാരാ. നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്യുന്ന ഇവരെല്ലാം ജയിലിൽ സ്ഥിരമായി കിടക്കണം, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ഐലൻഡ് റെഡിയാക്കി എടുത്ത് അവിടെ കൊണ്ടുവന്നിടണം. അവർ പുറം ലോകം കാണരുത്. എന്തെങ്കിലും ജീവിച്ച് കിടക്കാൻ വേണ്ടിയുള്ള ആഹാരം കൊടുക്കാവൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു നിയമം ഉണ്ടാക്കണം ഇന്ത്യയിൽ, അല്ലെങ്കിൽ കേരളത്തിലെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാണ്. അതായത് വടക്കേ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ആൾക്കൂട്ട മർദ്ദനം, എന്താണ് ഒരു പിന്നെ ഒരു ക്രിസ്ത്യൻ മിഷണറിയെയും 2 കുട്ടികളെയും ജീപ്പിലിട്ട് കത്തിച്ചു വന്നു RSSകാർ. അപ്പൊ നമ്മൾ മനസ്സിലായി, കൊച്ചു 2 കുട്ടികളാണ്, അവരൊന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിലുള്ള 2 കുട്ടികളാണ്. അപ്പൊ ഈ നിഷ്ഠൂരന്മാരാണ്, ഈ കൊലപാതകികളാണ്. അവർ എന്ത് പ്രവൃത്തി, അവരുടെ മനസ്സെന്താണ്? ഇവർ മനുഷ്യരാണ്. ഇവരെ മനുഷ്യവർഗത്തിൽ കൂട്ടാനേ ഒക്കില്ല. മനുഷ്യവർഗത്തിൽ ഇവരെ കൂട്ടാൻ മനുഷ്യ രൂപമുള്ള മൃഗങ്ങളാണ് ഇവരെല്ലാം. അപ്പൊ ഇവർക്കുള്ള വാസസ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും ജയിലറുകൾ തന്നെ ആയിരിക്കണം. ഇവരെയൊന്നും കൂടുതൽ വിചാരണ പോലും ചെയ്യാൻ പാടില്ല. അതിനൊക്കെ പ്രത്യേകിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാം. മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായി തല്ലി ചതച്ച് കൊല്ലുക എന്ന് പറഞ്ഞു. ദേഷ്യത്തിന് ഒരാളിനെ ഒരടി കൊടുത്ത് മരിച്ചു, ഓക്കെ. ദേഷ്യത്തിന് ഒരാളിനെ തോക്കെടുത്ത് വെടിവെച്ചു, ഓക്കെ. എങ്ങനെയൊക്കെ നമുക്ക് അതിനൊക്കെ നിർത്തുണ്ട്. ഇതെന്ന് പറയുന്നത് അവർ ചോദിച്ചും കൊണ്ട് ഇത്രയും പേര് നിന്ന് ഒരാളിനെ എങ്ങനെ കഴിയുന്നു? ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ നടന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കേരളത്തിൽ നമുക്ക് അപമാനമാണ്. ഇത് ലോകം മൊത്തം അറിയും. ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിലയും നിലയും പോയി. നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കാര സമ്പന്നര്, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിവരം, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? കേരളത്തിന്റെ വില കളയാൻ വേണ്ടി കുറെ ഇങ്ങനെ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറ്റത്തരം കാണിക്കുന്ന നിഷ്ഠൂരന്മാരായ RSSനെ, ഈ BJP RSSനെ നിരോധിച്ചിട്ടുള്ള കാരണം തന്നെ ഇത് തന്നെയാണ്. അപ്പൊ എന്തായാലും ശരി, ശക്തമായ രീതിയിൽ നടപടിയെടുത്ത്, അതായത് യാതൊരു പഴുതുമില്ലാത്ത രീതിയിൽ തന്നെ ഇവരെ അതിൽ പ്രതികളെ നിർബന്ധമായിട്ട് ഇവർക്ക് തൂക്കുകയറാണ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്നതിന്. ഇവർക്കൊക്കെ പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്താണ് ഈ RSSകാർ ഇങ്ങനെ ചെയ്യിക്കുന്നത്. എന്തായാലും ശരി, നമ്മള്
ദുഃഖിക്കാനും വ്യസനിക്കാനും മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. ഇപ്പൊ ഇന്ന് നമ്മുടെ മഹാനടൻ ശ്രീനിവാസൻ അന്തരിച്ചു. രണ്ടാമത്തതായി ഇതാണ്. നമ്മൾ ദുഃഖിക്കണം. കാരണം മനുഷ്യരായിട്ടുള്ളവർ ദുഃഖിക്കണം, വിഷമിക്കണം, നമ്മൾ സങ്കടപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതായി പോകും. എന്തായാലും അയാൾക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അവരുടെ വിശപ്പ് അയറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പേര് പുറത്തുനിന്ന് വന്ന് ആസാമികളായിരുന്നാലും ബംഗാളികളായിരുന്നാലും UP-ക്കാരും ബീഹാറികളും രാജസ്ഥാൻകാരെല്ലാം ഒരുപാട് വന്ന് കേരളത്തിൽ പണി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പണി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാം പണി ചെയ്ത് എന്താണ് ചെയ്യുന്നത്? അവരുടെ ആഹാരത്തെ സാധനങ്ങൾ മക്കൾക്കായിരുന്നാലും ഭാര്യയ്ക്കായിരുന്നാലും മാതാപിതാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വരുന്നവരല്ലേ ഇവർ. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ നമ്മളിവിടെ ഞാൻ ജീവിക്കുന്നത് ജിദ്ദയിലാണ്. അപ്പോ അങ്ങനെ എത്രയോ ആൾക്കാർ പിന്നെ സൗദി അറേബ്യയിലും UAE-യിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈറ്റിലും അമേരിക്കയില് ഇംഗ്ലണ്ടിൽ അങ്ങനെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയാണ് നമ്മളെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി. അപ്പോ അങ്ങനെ നമ്മളും പുറത്തു പോയാണ് പണി ചെയ്യുന്നത്. അത് മനസ്സിലാക്കാത്തത് ഈ നിഷ്ഠൂരന്മാരായ ഈ കൊലപാതകികൾ. ഇവരെയൊക്കെ എന്താണ് ചെയ്യാനുള്ളത്? അപ്പൊ നമ്മളും പോകുന്നുണ്ട്. അത് മാത്രം കേരളത്തിൽ ഒരു 50 വർഷത്തിന്റെ ബാക്കില് 50-60 വർഷത്തിന്റെ ബാക്കില് കേരളത്തിലുള്ള ചെറുപ്പക്കാർ ഈ ഗൾഫൊക്കെ വരുന്നതിന് മുമ്പായിട്ട്, ഗൾഫൊക്കെ വളരെ അപൂർവമായിരുന്ന സമയത്ത് ഇന്ത്യയുടെ എല്ലാ തലസ്ഥാന നഗരങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളുടെയും പിന്നെ തലസ്ഥാനങ്ങളില് ഓഫീസ് വർക്കുകളും അല്ലാത്ത ജോലികളും പിന്നെ ബോംബെയിലൊക്കെ കച്ചവടം, ചായയും മറ്റതും മറിച്ചതും ഒക്കെ കച്ചവടം ചെയ്തിരുന്നൊക്കെ കേരളക്കാരാണ്. അങ്ങനെ ഒരു ചരിത്രം നമുക്കൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. അതൊന്നും ഇവർ മറന്നു കളയണം. അതൊക്കെ വല്ലപ്പോഴും കൂടി ഇതൊക്കെ ഓർമ്മിക്കണം. അത് ചാനലുകൾ അതൊക്കെയാണ് ഓർമ്മിപ്പിക്കുക. അല്ലാതെ പൈങ്കിളി കഥകളുടെ ബേക്കിലും പെണ്ണുങ്ങളുടെ കേസിന്റെ ബേക്കിലും അല്ല പോകേണ്ടത്. അതൊക്കെ ഓർമ്മിപ്പിക്കണം. കാരണം അങ്ങനെ നമ്മൾ പോയി ജോലി ചെയ്ത് ഭൂട്ടാനിലും ബർമയിലും ശ്രീലങ്കയിലും കൊളംബ് എന്ന് പറയും, പണ്ട് ഭൂട്ടാനിൽ പോയിട്ടുണ്ടെന്ന് പറയും. എൻ്റെ ഒരു ഉപ്പാപ്പ, അതായത് എൻ്റെ ഉമ്മാടെ ഒരു മാമ, അദ്ദേഹം പോയിട്ടുണ്ട്. ഭൂട്ടാനിലായിരുന്നു. ഭൂട്ടാൻ ഉപ്പാപ്പ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. വേറൊരാള് പറഞ്ഞിരുന്നത് ഞാൻ പിന്നെ കൊളംബില് പോയിട്ടുണ്ടെന്ന്. കൊളംബില് എന്തിനാണ് കൊളംബ് എന്ന് പറയുന്ന? പണ്ട് കൊളംബ് എന്നാണ് അറിയുന്നത്. കൊളംബോ സിലോൺ, അന്ന് സിലോനായിരുന്നു, ശ്രീലങ്കയിലായിരുന്നു. സിലോന്റെ തലസ്ഥാനമായിരുന്നു. അവിടെ പോയി ജോലി ചെയ്തിട്ടുണ്ട്. ബർമയിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. എത്രയോ പേര് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പോയി നമ്മുടെ കേരളക്കാർ പണി ചെയ്ത്. പിന്നെ ആൻഡമാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണ്. അത് വേറൊരു ഐലൻഡാണ്. അവിടെ പോകണ ഇപ്പൊ ഞാൻ അബുദാബിയിലായിരുന്ന കാലത്ത് നമുക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, ആൻഡമാൻ ഹാജി. വാട്ടർ എലക്ട്രിസിറ്റി ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് പണി ചെയ്തത്. അപ്പൊ അദ്ദേഹം ഞാൻ അവിടെ പോയ സമയത്ത് വാട്ടർ എലക്ട്രിസിറ്റി ആൻഡമാൻ ഹാജി. അപ്പൊ ഞാൻ പോയി അന്വേഷിച്ച് സംസാരിച്ച് വന്നപ്പോ എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ ആൻഡമാൻ ഹാജി എന്നുള്ള, അതുപോലെ എൻ്റെ ഒരു സ്നേഹിതൻ ജിദ്ദയിലുണ്ട്. ജിദ്ദയിൽ ആ സ്നേഹിതന്റെ വാപ്പായും പിന്നെ ആൻഡമാനിലായിരുന്നു. അദ്ദേഹവും നാട്ടിൽ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ആൻഡമാൻ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാലേ അറിയാം. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. ഒരുപാട് പേര് നമ്മുടെ ജീവിത മാർഗം തേടി പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഓരോരുത്തരും നമ്മളെ നാട്ടില് നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ അവരെ നമ്മള് പുച്ഛത്തോടു കൂടി കാണരുത്. അവരുടെ ആഹാരത്തിന് വേണ്ടി വരുന്നതാണ്, അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അവരെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അത് നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഈ അക്കാഡമിക് വിദ്യാഭ്യാസം മാത്രമല്ല. മക്കളെ ബാക്കിയുള്ള കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, അട്ടപ്പാടിയിലെ മധു പിന്നെ ഇങ്ങനെ ആൾക്കൂട്ടം ആക്രമിച്ചു. ഇതിപ്പോ 2ാമത്തെ സംഭവമാണ്. കേരളത്തിലെ 2ാമത്തെ സംഭവമാണ് ഇത്. ഛത്തീസ്ഗഡിൽ നിന്നും വന്ന എന്താണ് റാം നാരായൺ ഭയ്യ. അപ്പൊ ഇവര് ചിലപ്പോ RSSകാർ വിചാരിച്ചാണ് ഈ ബംഗാളിയാണ്, മുസ്ലിമാണ്. കണ്ടിട്ട് അവന്റെ ബംഗാളി മുഖം അങ്ങനെ തോന്നുന്നു. അപ്പോ ഇവര് മുസ്ലിം ആണെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അടിച്ചു വന്നിട്ടുള്ളത്. പറയാനും നോക്കൂല നമുക്ക്. എന്തായാലും ശരി, വേറെ ഏതാ ഒരു പിന്നെ സ്ഥലത്ത് ഇങ്ങനെ അവന്റെ മുണ്ട് പൊക്കി നോക്കിയിട്ട് ഈ പിന്നെ ഇന്ന ജാതിയാണെന്ന് കണക്കാക്കിയിട്ട് ഒരു മുസ്ലിം പയ്യന് അതേപോലെ അടിച്ചത് 3 ദിവസത്തിന് മുമ്പാണ് വേറൊരു സംസ്ഥാനം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രൂരന്മാരെ, മൃഗങ്ങളെ നമ്മൾ നിർബന്ധമായിട്ട് ജയിലറയ്ക്കുള്ളിലാക്കണം. അവർ പുറത്തിറങ്ങരുത്. അവർക്ക് കുടുംബ ബന്ധങ്ങൾ എന്താണെന്നും ഭാര്യയും ഭർത്താവും മക്കളും എന്താണെന്നും അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ശരി, ഇതിൽ നിന്ന് നമുക്ക് കേരളത്തെ മോചിപ്പിച്ചെടുക്കണം. ഈ RSSകാർ
ഒന്നുകിൽ ഈ പരിപാടി നിർത്തണം. ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ആയുധ പരിശീലനം നടത്തണം. അതിന് നിയമം കൊണ്ട് നിരോധിക്കാൻ നിങ്ങളെ കൊണ്ടുപോകും. ആയുധ പരിശീലനം ഇവിടെ വേണ്ട, അത് നിർബന്ധമായിട്ട് നിരോധിക്കണം. അതിന് കഴിയുമെങ്കിൽ ഈ സർക്കാർ ചെയ്യട്ടെ. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുകയാണ്. അതെ, നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം. ആദ്യം അത് നിർത്തണം. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്കെല്ലാം കാരണം അതാണ്. അതുപോലെ പിന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, CPM കണ്ണൂരില് പിന്നെ ഒരാളിന്റെ കൈപ്പത്തിയേറ്റു, ബോംബ് ഉണ്ടാക്കിയതാണ്. അത് പറയുന്നത് പടക്കം മാലപ്പടക്കം ഉണ്ടാക്കിയാണത്. മാലപ്പടക്കം ഉണ്ടാക്കുക പിന്നെ ഒരു കൈപ്പത്തി വെച്ച് പോകില്ല. അപ്പൊ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ നിർത്തണം. മനുഷ്യനായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അവരവരുടെ ഭാര്യ, മക്കള്, അമ്മ, പിന്നെ അച്ഛൻ, സഹോദരങ്ങളായിട്ട് അവർ ഒന്നിച്ച് സന്തോഷമായിട്ട് സൗഹൃദത്തിൽ നാട്ടുകാരുമായിട്ട് കഴിഞ്ഞു പോട്ടെ. നിങ്ങൾ ഈ വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ പടർത്തരുതേ എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ മതസംഘടനകളോടും എനിക്ക് പറയാനുള്ളത്. വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നവരതാ ഇപ്പോഴാ കർണാടകയില് പിന്നെ പുതിയ നിയമം കൊണ്ടുവന്ന് 10 വർഷം വരെ ജയിലിൽ കൊടുക്കുന്ന അങ്ങനെ ഒരു നിയമം എന്തുകൊണ്ട് കേരളത്തിൽ പാസ്സാക്കിക്കൂടാ? നിങ്ങൾ പാസ്സാക്കാൻ ശ്രമിക്കണമെന്നും കുറ്റവാളികളായി ഇന്ന സമുദായം ഒന്നും വേണ്ട, ഒരു സമുദായത്തിന്റെ പേര് പറയണ്ട, കുറ്റവാളികളായിട്ട് നമ്മൾ കണക്കാക്കി അവർക്ക് അതിനുള്ള മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഇന്ന് അവരുടെ മുകളിലാണ് ഇവർ കുതിര കയറുന്നതെങ്കിൽ നാളെ നമ്മളെ മുകളിൽ കയറും. അതുകൊണ്ട് അതിന് സമുദായം പറയണ്ട. ഇവിടെ എന്തിനും ഏതിനും കുറെ ചെറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഓരോരോ ചാനലുകളുമായിട്ട്. അവിടെ അവർ ചെയ്ത്, ഇവിടെ ഇവർ ചെയ്ത്, മറ്റവർ ചെയ്ത്, അവൻ ആ സമുദായമാണ് ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. സമുദായത്തിന്റെ പേര് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ആളുകളെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ താനേ നാറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സമുദായത്തിന്റെ പേര് പറയാം. കുറ്റവാളികളായി കണ്ട് അവർക്ക് അതിനുള്ള മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെയുള്ള ഗവൺമെന്റും ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥിതിയും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിവിടെ സമാധാനത്തിലും സന്തോഷത്തിലും സൗഹൃദത്തിലും നമ്മൾ പരസ്പരം സഹകരിച്ച് ഇവിടെ കഴിഞ്ഞുകൂടണം. അങ്ങനെ ഒരു പുതിയ കേരളം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു കൊലപാതകം ഇനി മേലിൽ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.